സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പല കോംപ്രമൈസുകളും ചെയ്യണമെന്ന് ആദ്യകാലത്തും ഈ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കോംപ്രമൈസിനും തയ്യാറാവാത്ത മലയാളത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നടിയാണ് വിധുബാല. സ്വാതന്ത്ര്യ സമര സേനാനിയായ നമ്മുടെ യുക്തിവാദിയുമായ ഒരു ആളാണ് വിധുബാലയുടെ അച്ഛൻ ഭാഗ്യരാജ്. അദ്ദേഹം ശരിക്കും ഒരു മജിഷ്യനും കൂടിയാണ്. അപ്പോൾ വിധുബാലയുടെ സഹോദരൻ പേര് കേട്ട ഒരു ക്യാമറമാനാണ് മധു അമ്പാട്ട്. അതുപോലെ തന്നെ ബാലതാരമായിട്ടാണ് വിധുബാല ആദ്യമായിട്ട് അഭിനയം തുടങ്ങിയത്. അതിനുശേഷം നസീർ, കമലഹാസൻ, മധു, ജയൻ, ഇനി പറഞ്ഞില്ലേ മലയാളത്തിലെ എല്ലാ നടന്മാരെ കൂടി നായികയായിട്ട് അഭിനയിച്ചു കൊണ്ടാണ് പ്രേക്ഷകരുടെ ജന പിന്തുണ നേടിയത്. പല ചിത്രങ്ങളിലും പ്രൊഡ്യൂസറായിരുന്ന ഒരു മുരളീകൃഷ്ണനാണ് വിധുബാലയുടെ ഭർത്താവ്. അതൊരു പ്രേമവിഭാഗമായിരുന്നു. പിന്നെ അമിതാഭിനയം കാഴ്ചവെക്കുന്ന നടികളുടെ ഇടയിൽ കൂടിയാണ് അന്ന് വിധുബാല വന്നത്. പക്ഷേ വിധുബാല വളരെ നാച്ചുറൽ അഭിനയത്തിലൂടെയാണ് പ്രേക്ഷകരെ കയ്യിലെടുത്തത്. ജയൻ്റെ കൂടെ അഭിനയിച്ച അഭിനയം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ വിധുബാല അവസാനമായിട്ട് അഭിനയിച്ചത്. അതൊരു അവസാന സിനിമയാണെന്ന് വിധുബാല പോലും ചിന്തിക്കുന്നുണ്ടാവില്ല. വിധുബാലയ്ക്ക് ഫാഷനായിരുന്നു സിനിമ, അല്ലാണ്ട് അതൊരു ജീവിതോപാധി ആയിരുന്നില്ല. ഫാഷൻ എന്ന് പറയുമ്പോൾ ആ ഫാഷൻ വിവാഹം കഴിഞ്ഞോട് കൂടിയിട്ട് ആ ഫാഷൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ കുടുംബത്തിനും കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടിയാണ് പിന്നെ അവിടെ നിന്നുള്ള ജീവിതം. 41 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കഥയല്ല ജീവിതം എന്ന് പറഞ്ഞൊരു TV ഷോയിൽ നമ്മൾ മലയാളികൾ വിധുബാലയെ കാണുന്നത്. ആ TV ഷോയിൽ വലിയ പേരും പ്രസിദ്ധിയൊക്കെ കിട്ടി, കുറേ ട്രോളുകളും കിട്ടി. ഇപ്പോൾ വിധുബാലയ്ക്ക് ഒരു 73 വയസ്സായിട്ടുണ്ട്. ഒരു നടി ഇന്ന വരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു നടി. അങ്ങനെ അത്രയും ചീത്തപ്പേര് കൽപ്പിക്കാത്ത ഇന്ത്യൻ സിനിമയിലൊന്നും ഉണ്ടായില്ല. അതിനൊരു ഉദാഹരണം പറയാം. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് സീനിൽ മേൽമുണ്ട് ഇടാണ്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഇതുപോലെ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കോംപ്രമൈസ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഈ കെട്ടിപ്പിടിച്ച് കൂടുതൽ അനാവശ്യമായി കെട്ടിപ്പടുത്തങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിധുബാല സമ്മതിക്കില്ല. അതുപോലെ ഈ നമ്മുടെ കഥയല്ല ജീവിതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രോഗ്രാമിൽ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമൃത TV-കാരുടെ ആ ചാനലിലെ ഏറ്റവും വലിയൊരു ഷോ ആയിട്ടാണ് ആ കാലത്ത് പോയിരുന്നത്. അതിൽ പേരും പ്രശസ്തിയും അതുപോലെ തന്നെ വിധുബാലനെ ഈ ജനറേഷൻ അറിയാൻ തന്നെ കാരണം ആ ഒരു ഷോ കാരണമാണ്. അല്ലെങ്കിൽ വിധുബാല എന്ന് പറഞ്ഞൊരു നടിയെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയില്ല. ഒരു മകനാളത്, അർജുനാണ്. അച്ഛൻ്റെ കൂടെ ബിസിനസ്സാണ് അദ്ദേഹം, അല്ലാണ്ട് സിനിമയും കാര്യങ്ങളായിട്ടൊന്നും ഒരു ഇതുമില്ല. വിധുബാല ശംഖുപുഷ്പം എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് മുരളീകൃഷ്ണനുമായിട്ട് പ്രേമത്തിലാവണതും അത് കല്യാണത്തിലെത്തിക്കുന്നതും. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രേമമാണ് നമ്മുടെ വിധുബാലയുടെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു അമ്മ, അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവിന് നല്ലൊരു ഭാര്യ, അച്ഛന് നല്ലൊരു മകള്, ഇതൊക്കെയാണ് വിധുബാല. ആ ഒരു ജീവിതമായിട്ട് വിധുബാല മുന്നോട്ട് പോയി. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഇതുപോലെ സ്വഭാവശുദ്ധിയുള്ള, ഇതുപോലെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന, ഇതുപോലെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത, ഒരു നടൻ്റെ കൂടെ പോലും പേര് പറഞ്ഞ് കേൾപ്പിക്കാത്ത ഇത്രയും നല്ലൊരു നടി നമുക്ക് ഇന്ന് വരെ മലയാള സിനിമയിലിട്ട് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് പഴയ നടിമാരെ ആലോചിക്കുമ്പോൾ നമ്മൾ അന്ന് കണ്ട സിനിമകളൊക്കെ അവരെ നമ്മുടെ മനസ്സിൽ വരും. അപ്പോഴാണ് നമ്മളൊക്കെ അവരെ ബഹുമാനിക്കുന്നത്. ഇന്നുള്ള നടികളുടെ കാലം നമ്മൾ ആലോചിച്ച് നോക്ക്. സിനിമ വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ നടികളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അവർ ചെയ്ത കഥാപാത്രം പോലും നമ്മുടെ മനസ്സിൽ കയറില്ല. കാരണം എന്താണ്? ഇന്ന് ചെയ്ത നടികൾക്ക് ഒരു നടിയാവണേലും കൂടുതൽ അവർക്ക് എന്താണ്, അവർക്ക് തലക്കാനാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് അതേപോലെ തന്നെ ഈ അഭിനയത്തിൽ തന്നെ നാച്ചുറാലിറ്റി ഏതെങ്കിലും നടികൾ റിയലായിട്ട് കാണിക്കുന്നുണ്ടോ? മോഹൻലാൽ നല്ല അടിപൊളിയായിട്ട് റിയാലിറ്റി ഉള്ള അഭിനയിക്കുന്നത്, നാച്ചുറൽ അഭിനയം മോഹൻലാൽ. നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയുള്ള അഭിനയം മോഹൻലാലിൻ്റെ. അന്ന് സുകുമാരൻ അങ്ങനെയല്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഈ അഭിനയശൈലി വേറെയാണ്. മമ്മൂട്ടി അഭിനയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കൃത്രിമത്വം മമ്മൂട്ടിയുടെ കയ്യിലുണ്ട്, അതും മൂപ്പര് കാണിക്കും. അതേപോലെ തന്നെ വിധുബാല വരുന്ന സമയത്ത് രാഗിണി, ഷീല, ജയഭാരതി ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കൃത്രിമത്വം നിറഞ്ഞൊരു അഭിനയം, ഒരു നാടകാഭിനയം പോലുള്ളൊരു അഭിനയം, ഭയങ്കര ഓവർ അഭിനയം. അതിൻ്റെ ഉള്ളിൽ ഇവിടെ വിധുബാല വന്നപ്പോൾ വിധുബാല എല്ലാവർക്കും ഒരു ഭയങ്കര ചേഞ്ചായി. അവിടെ നിന്ന് അങ്ങോട്ട് നാച്ചുറൽ അഭിനയത്തിൻ്റെ ഒരു കാലാവസ്ഥയും ആ ഒരു യുഗത്തിലേക്ക് കടന്നു. പക്ഷേ
വിധുബാലരെ പോലെ നാച്ചുറലായിട്ട് അഭിനയിക്കാനായിട്ട് അന്നത്തെ കാലത്ത് നടികൾക്കും പറ്റിയില്ല, ഇന്നത്തെ കാലത്ത് നടികൾക്കും പറ്റിയില്ല. നടന്മാർ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ നടികൾക്ക് അതിന് കഴിയുന്നില്ല. നടികൾക്ക് കഴിയാത്തതിൻ്റെ കാരണം എന്താ? ടാലൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ അന്നും ഇന്നും വിധുബാലയ്ക്ക് ഒരേ പ്രായമാണ്. വിധുബാലയ്ക്ക് പ്രായമായാലും വയസ്സായാലും നമ്മുടെ മനസ്സിൽ അന്ന് കാണുന്ന അതേ വിധുബാലേനെ നമുക്ക് ഇഷ്ടം. ആ ഒരു ചെറിയും ആ ഒരു സംസാരം, അതൊക്കെ മധുവിൻ്റെ ഒരു പടത്തിൻ്റെ തൃശ്ശൂർ ഷൂട്ടിങ്ങിനാണ് നമ്മൾ ഞാൻ ആദ്യമായിട്ട് വിധുബാല കാണുന്നത്. പിന്നെ കണ്ടിട്ടില്ല, ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അന്നിവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിലും വലിയ ജനപ്രളയമാണ്. ശുദ്ധികലശം എന്ന് പറഞ്ഞ പടാൻ തോന്നുന്നുണ്ട്, ഒരു സംശയം. പടത്തിൻ്റെ പേര് എത്രയുണ്ട് ഓർമ്മ കിട്ടുന്നില്ല. ശുദ്ധികലശം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയും അന്നത്തെ കാലത്തെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അത്രയും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് വിധുബാല. ഈ വിധുബാലയുടെ കഥ പറയാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് പറയാനുണ്ട്. എന്തായാലും നമുക്ക് ഇതുമേ ഇവിടെ വെച്ച് നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.